ഇപ്പം യേശുവിനെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് നോളജ് ഉണ്ട്, ഹൈസ്കൂൾ നോളജ് ഉണ്ട്, ഒരു ഡിഗ്രി നോളജ് ഉണ്ട്, ഗ്രാജുവേഷൻ ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഗ്രേഡിലാണ് നമ്മൾ യേശുവിനെ അറിയണത്. ഈ അറിവെല്ലാം അറിയണത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അറിവ് വരണത്. ജീവിതത്തിൽ വ്യത്യസ്തമായ സിറ്റുവേഷൻ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ സുവിശേഷ വിഹിതമായ ഒരു നിലപാടെടുക്കും. അതുകൊണ്ട് ഈശോ അതിനെല്ലാം കൂടി പറഞ്ഞെന്തറിയാവാം, എന്നെ പ്രതി. അതാണ് സംഭവം. ഇപ്പം മനസ്സിൽ കിട്ടിയ ഞാൻ പറഞ്ഞ എല്ലാം കൊണ്ടൊന്നും അവസാനിക്കേണ്ടത് എന്നെ പ്രതി. ആത്മാവിൻ്റെ സ്വത്ത് ഒരാൾക്ക് ഈശോ വിഹിതമായിട്ട് അവനെടുക്കുന്ന സമീപനങ്ങൾ, നിലപാടുകൾ, അതിൻ്റെ ടോട്ടാലിറ്റി വരുന്ന സാക്ഷ്യ ജീവിതം, അതാണ് ആത്മാവിൻ്റെ സ്വത്ത് നമുക്ക് നൽകുന്ന സമൃദ്ധിയും അഭിവൃദ്ധിയും എന്ന് പറയുന്നത്. ആത്മാവിൽ അഭിവൃദ്ധിപ്പെടുക എന്ന് വെച്ചാൽ ഈശോയുടെ അറിവിലും സാക്ഷ്യത്തിലും അഭിവൃദ്ധിപ്പെടുകയാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഈശോ എന്നെ പ്രതി എന്ന് പറയുന്നത്.